പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇതുവരെ നമ്മൾ കേട്ടത് മാലാഖമാരെ കുറിച്ച് ഉള്ള ഒരു വിവരണമാണ്. അതിൽ ഞാൻ ആദ്യത്തെ ഒരു ഹൈറാർക്കിയാണ് ഇപ്പോൾ സംസാരിച്ചത്. മൂന്ന് ഹൈറാർക്കി ഉണ്ട്. ആ 3 ഹൈറാർക്കിയിൽ ഒരു ഹൈറാർക്കി തന്നെ 3 വൃന്ദങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ മൂന്ന് അങ്ങനെ എല്ലാം കൂടി ചേർത്ത് 9 വൃന്ദം മാലാഖമാരെന്നാണ് പറയുന്നത്. 3 ഹൈറാർക്കിയാണ് കേട്ടോ. അപ്പം നമ്മളിപ്പം കണ്ടിരിക്കുന്നത് ആദ്യത്തെ ഹൈറാർക്കി സെറാഫുകൾ, ക്രോബേന്മാർ അല്ലെങ്കിൽ കെരൂബുകൾ, പിന്നെ ഉള്ളത് ഭദ്രാസനന്മാർ. ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന പോലെ അധികാരങ്ങൾ ആധിപത്യന്മാർ എന്നാണ് 4ാമത്തെ ഹൈറാർക്കിയെ പറ്റി പറയുന്നത്. 4ാം നിരയിലുള്ള ഗണമാണിവർ. അപ്പം 4ാം നിരയിലുള്ള ഗണമാണ് ഈ പറഞ്ഞ മാലാഖമാർ. ഇവരുടെ ദൗത്യം എന്നാ? ദൈവത്തിൻ്റെ സന്ദേശം മറ്റു മാലാഖമാർക്ക് കൊടുക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ഒഴുക്കുന്നവരാണിവർ. അങ്ങനെയാണ് അവരെ പറ്റി പറയുന്നത്. ഇവർക്ക് 2 ചിറകുകളുണ്ട്. അവരെ പറ്റി വിവരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. ചുറ്റും സ്വർണ്ണവലയങ്ങളുള്ള ഇവർ ആൽബ്, പച്ച, ഉറാല എന്നിവ ധരിച്ചിരിക്കുന്നു. വലത് കൈയിൽ ക്രിസ്തുവിൻ്റെ മുദ്രയും ഇടത് കൈയിൽ കുരിശുകൊണ്ടുള്ള സ്വർണ്ണ വടിയും. തലയിൽ കിരീടവും ധരിച്ചിരിക്കുന്ന ഇവർ വാളും ബുക്കും കയ്യിൽ പിടിച്ചിരിക്കുന്നു. ഇവർ വായുവിലാണ് സഞ്ചരിക്കുന്നത് കേട്ടോ. ചുവന്ന കുതിരപ്പുറത്ത് വന്ന് യുദ്ധം ചെയ്ത് ശത്രുക്കളെ കീഴടക്കുവാൻ ഇവർ മനുഷ്യരെ സഹായിക്കുന്നു. ഇസ്രായേലിലൊക്കെ പല യുദ്ധങ്ങളിലും മാലാഖമാർ ഇടപെട്ട് അവരെ സഹായിക്കുന്നതായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ടല്ലോ. പാപത്തിൽ നിബന്ധിച്ചു പോകുന്നവരുടെ അശുദ്ധി നീക്കി ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് ഒഴുക്കുകയും ശത്രുവായ പിശാചിനെ അതിജീവിക്കുവാനുള്ള ശക്തി നൽകുകയും ചെയ്യുന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേട്ടോ. ഇവരെ ഡോമിനേഷൻസ് എന്നും അറിയപ്പെടുന്നു. പിന്നെ അടുത്ത ഹൈറാർക്കി ശക്തികൾ അല്ലെങ്കിൽ താത്വികന്മാർ എന്നും പറയും. ഇവർ 5ാം നിരയിലുള്ളവരാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള ശക്തി ഇവർക്കുണ്ട്. അത്ഭുത പ്രവർത്തനം മാലാഖമാരെല്ലാം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും കേട്ടോ. പക്ഷേ ഇവർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് അത്ഭുതം പ്രവർത്തിക്കാനുള്ള ശക്തി. അങ്ങനെ മനുഷ്യർക്ക് ദൈവിക ശക്തി, ധൈര്യം, സാമർഥ്യം ഇവ നൽകുന്നു. അധികാരികൾ ആയിട്ടുള്ളവരുടെ നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തുവാൻ നമ്മളെ സഹായിക്കുന്നു. 2 ചിറക്, നീളമുള്ള ആൽബ്, സ്വർണ്ണവലയം, പച്ച ഉറാല ഇവ ധരിച്ചിരിക്കുന്നത്. അതാണ് അവരുടെ വേഷം, അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈശോയുടെ പീഡാനുഭവത്തെ അനുസ്മരിപ്പിക്കുന്ന ചുവന്ന റോസപ്പൂവും ലില്ലിപ്പൂവും കയ്യിൽ പിടിച്ചിരിക്കുന്നു. ഇവരെ പറ്റിയുള്ള ഒരു പ്രത്യേക ഒരു അടയാളമാണത്. പ്രപഞ്ചശക്തികൾ, കാലങ്ങൾ, ധാതുക്കൾ ഇവയെ നിയന്ത്രിക്കുകയും താഴെയുള്ള മാലാഖമാരിലൂടെ നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഈ പ്രപഞ്ചശക്തികളെ നിയന്ത്രിക്കുന്ന മാലാഖമാരാണ് ഇവർ കേട്ടോ. സത്യത്തിനെതിരെ നിൽക്കുന്ന ശത്രുവിനോട് പൊരുതുവാൻ സഹായിക്കുന്നു. ശത്രു എന്ന് പറയാൻ എപ്പോഴും പിശാചാണല്ലോ. പ്രകാശം സ്ഫുരിക്കുകയും ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ജ്ഞാനവും അറിവും നമുക്ക് നൽകുകയും ചെയ്യുന്നു. ജ്ഞാനത്തിന് വേണ്ടി ഇവരോടും പ്രാർത്ഥിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9ാം അധ്യായത്തിൽ കേട്ടോ, ബൈബിളിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം 9ാം അധ്യായം ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ജ്ഞാനം കിട്ടും കേട്ടോ. തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കാൻ മനുഷ്യർക്ക് ശക്തി നൽകുന്നു. അടുത്ത ഗണത്തിൻ്റെ പേരാണ് ബലവാന്മാർ. ഇവർ 6ാം ഗണത്തിൽപ്പെടുന്നു. മനുഷ്യമക്കളെ നശിപ്പിക്കുന്ന തിന്മയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവർ നമുക്കെതിരെ വരുന്ന പിശാചിനെ എതിർക്കാനും ദൈവം തരുന്ന കൽപ്പനകളെ പാലിക്കാൻ ബലം നൽകുകയും ചെയ്യുന്നു. അതാണ് ഇവരെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ലോകത്തെ നശിപ്പിക്കുന്ന പിശാചിനെ തടഞ്ഞു നിർത്തുന്നു. എല്ലാ മാലാഖമാരും ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്ക് അതിനുള്ള പ്രത്യേക ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. 2 ചിറക്, നീളമുള്ള അങ്കി, സ്വർണ്ണവലയം, നീല ഊറാല, വലത് കൈയിൽ ക്രിസ്തുവിൻ്റെ മുദ്ര, ഇടത് കൈയിൽ പിശാചിനെ ബന്ധിക്കാനുള്ള ചങ്ങല ഇവ ധരിച്ചിരിക്കുന്നു. അതാണ് ഈ ബലവാന്മാരെ പറ്റി അവരെ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് 7ാമത്തേതാണ് പ്രാഥമികന്മാർ. അത് അവരെ പറ്റി നമുക്കൊന്ന് കേൾക്കാം. 7ാം ഗണത്തിൽപ്പെടുന്ന ഇവർ രാജകീയ അധികാരമുണ്ട്. ഇവർ സൈനികരായി പ്രത്യക്ഷപ്പെടുന്നു. ഇവരെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യക്ഷപ്പെടുന്നത് സൈനികരായിട്ടാണ്. 2 ചിറക്, സ്വർണ്ണ ബെൽറ്റ്, പടച്ചട്ട, തലപ്പാവ്, കിരീടം എന്നിവ ധരിച്ചിരിക്കുന്നത്. അതാണ് അവരുടെ വേഷം. വലത് കൈയിൽ വാൾ പിടിച്ചിരിക്കുന്ന ഇവർ രാജ്യങ്ങൾ, പട്ടണങ്ങൾ, രാഷ്ട്രങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്നു.
ഓരോ രാജ്യത്തെയും ഇവർ സഹായിക്കുന്നു. ഇവർക്കെല്ലാം ഓരോ കടമ ദൈവം കൊടുത്തിരിക്കുകയാണ്. മതങ്ങളെയും ദൈവവിശ്വാസത്തെയും സംരക്ഷിക്കുന്നു. ലോക കാര്യങ്ങളിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ മനുഷ്യരെ സഹായിക്കുന്നു. ആദത്തിന് ദൈവം കൊടുത്ത അധികാരം ലോകത്തിലുള്ളവയെല്ലാം എങ്ങനെ ഭരിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ശാസ്ത്രീയ കാര്യങ്ങൾ, ലോകത്തിലുള്ള സൃഷ്ടവസ്തുക്കളുടെ രഹസ്യാത്മകത, മരുന്നുകൾ, ധാതുക്കളുടെ ശക്തി ഇവ സ്വന്തമാക്കാൻ നാം പ്രാർത്ഥിച്ചാൽ ഇവർ നമുക്കും വെളിപ്പെടുത്തി തരുന്നു. ഓക്കെ. ആകാശത്തിൽ സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങളെ ഇവർ നിയന്ത്രിക്കുന്നു. ഈ മാലാഖമാർ, പ്രാഥമികന്മാർ എന്ന് പറയുന്ന ഈ മാലാഖമാരാണ് നിയന്ത്രിക്കുന്നത് കേട്ടോ. 8 മുഖ്യദൂതന്മാർ. അതിനകത്താണ് നമ്മുടെ പ്രിയപ്പെട്ട മിഖായേൽ, ഗബ്രിയേൽ, റാഫായേൽ, ഉറിയേൽ, സിറിയേൽ, ജെറമിയേൽ, സിറിയേൽ, ഋഗ്വേൽ എല്ലാവരും വരുന്നത്. ആ 7 പേര് വരുന്നത്. അതാണ് മുഖ്യദൂതന്മാർ. അത് 8ാം ഗണത്തിൽ ഉള്ളവരാണ് മുഖ്യദൂതന്മാർ. വിശുദ്ധ ഗണം എന്നറിയപ്പെടുന്നു ഈ മാലാഖമാർ. 2 ചിറകുകളുള്ള സൈനികരായ ഇവർ പടച്ചട്ട, സ്വർണ്ണേറപ്പെട്ട എന്നിവ ധരിച്ചിരിക്കുന്നു. ഏനോക്കിൻ്റെ പുസ്തകത്തിൽ ഇവരെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഏനോക്ക് അറിയാവില്ല, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട, മരിക്കാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഏനോക്ക്. പിന്നെ കേട്ടോ, പിന്നെ ഏലിയ പ്രവാചകൻ അല്ലേ, സ്വർണ്ണരഥത്തിൽ അഗ്നിരഥത്തിൽ മുകളിലേക്ക് എടുക്കപ്പെട്ടെന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ മരിക്കാതെ തന്നെ സ്വർഗത്തിലോട്ട് പോയി, ദൈവം എടുത്തു അവരെ. ഇപ്പോൾ ഏനോക്കിൻ്റെ പുസ്തകത്തിൽ ഇവരെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് കേട്ടോ. ഇവർ ദൈവത്തെയും മനുഷ്യരെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായി വർത്തിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് സൃഷ്ടികളെ നയിക്കുന്നു. തിന്മയ്ക്കെതിരെ പോരാടുന്ന സ്വർഗീയ ഗണത്തെ നയിക്കുന്നു. കാവൽ മാലാഖമാരുടെ മേൽനോട്ടക്കാരാണിവർ. കാവൽ മാലാഖമാരെ ഇവരാണ് കേട്ടോ. ഉന്നത അധികാരത്തിലുള്ളവരുടെ മഹത് വ്യക്തികളുടെ കാവൽ മാലാഖയായും വർത്തിക്കുന്നു. ദുഷ്ടാരൂപികൾക്കെതിരെ പ്രവർത്തിക്കുന്നു. എല്ലാ മാലാഖമാരും ദുഷ്ടാരൂപികൾക്ക് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ സൈന്യങ്ങളുടെ അധിപന്മാരായി പ്രവർത്തിക്കുന്നത്. എസെക്കിയേൽ 9:2 റെഫർ ചെയ്യാം നമുക്ക് കേട്ടോ. അതിനകത്ത് തിന്മയ്ക്കെതിരെ പോരാടുന്ന ദൂതന്മാരാണിവർ. തോബിതിൻ്റെ പുസ്തകത്തിൽ കാണുന്ന സപ്താത്മാക്കളിൽ ഒരാളാണ് റഫായേൽ മാലാഖ. തോബിതിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന റാഫായേൽ 7 വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ എന്ന് പറയുന്നത് വെളിപ്പെടുത്തുന്നുണ്ട്. തോബിതിൻ്റെ അടുത്തും തോബിയാസിൻ്റെ അടുത്തും. ജോഷുവ 5-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ റെഫർ ചെയ്യുക കേട്ടോ. ദൈവത്തിൻ്റെ സൈന്യങ്ങളുടെ അധിപനായി കർത്താവിന് മുമ്പിൽ പ്രത്യേക സ്ഥാനമുള്ളവരെയാണ് മുഖ്യദൂതന്മാർ എന്ന് പറയുന്നത്. ഇവർ 7 ഗണമാണ് ഉള്ളത്. ദൈവത്തിൻ്റെയും മനുഷ്യാത്മാക്കളുടെ ഇടയ്ക്ക് നിൽക്കുന്നു. ഏറ്റവും മുഖ്യനായവൻ മിഖായേൽ മാലാഖയാണ്. നമ്മൾ മിഖായേൽ, മിസ്റ്റർ ഗബ്രിയേൽ, റാഫായേൽ, സൂറിയേൽ, സിറിയേൽ, ജെർമിയേൽ, ഋഗ്വേൽ, നമ്മൾ ഈ 7 പേരെ പറ്റി പഠിച്ചു ഇല്ല, ഞാൻ പറഞ്ഞു തന്നായിരുന്നില്ല ആദ്യം തന്നെ. സഭയെ പ്രധാനമായും കാത്തു സൂക്ഷിക്കുന്നു. ബൈബിളിൽ പ്രധാന മാലാഖ എന്ന് പേരെടുത്ത് പറയുന്നു. മുഖ്യദൂതന്മാരായി വിട്ടുപെട്ടവരാണ് ഇവരെല്ലാവരും കേട്ടോ, ഈ പറഞ്ഞ 7 പേരും. റാഫായേൽ സഹയാത്രികൻ, മനുഷ്യനെ ഉപദ്രവിക്കുന്ന പിശാചുക്കളെ ബന്ധിക്കുന്നു അല്ലേ, ഞാൻ പറഞ്ഞില്ല. അസ്മേദേവൂസ് എന്ന പിശാചിനെ സാറായെ കല്യാണം കഴിക്കാനായിട്ട് 7 പേര് വന്നു. അവരെ മുഴുവൻ ഈ അസ്മേദേവൂസ് എന്ന പിശാചും ദുഷ്ടപിശാചാണ്, കൊന്നുകളഞ്ഞു. 8ാമതായിട്ട് വരുന്നതാണ് നമ്മുടെ തോബിതിൻ്റെ മകൻ തോബിയാസ്. അങ്ങനെ കൊന്നില്ല, കാരണം എന്തു ചെയ്തു, റാഫായേൽ ബന്ധിച്ചു കളഞ്ഞു, പിശാചുക്കളെ ബന്ധിച്ചു. തീരാവ്യാധി രോഗങ്ങൾക്ക് മരുന്നുകൾ എത്തിച്ചു കൊടുക്കുന്നു, അതാണ് മെഡിസിൻ ഓഫ് ഗോഡ്. വിവാഹിതരാകുന്നവർക്ക് യോജിച്ച ഇണയെ ലഭിക്കാൻ സഹായിക്കുന്നു. ഒരു ദല്ലാളാണ്, മനസ്സിലായോ, ഒരു ബ്രോക്കറാണ്, എ കൈൻഡ് ഓഫ് ബ്രോക്കർ. ഓക്കെ. മനുഷ്യൻ്റെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തിക്കുന്നു. ഉറിയേൽ, ജെർമിയേൽ വരാൻ പോകുന്ന വിപത്തുകളിൽ നിന്ന് മനുഷ്യർ രക്ഷപ്പെടുവാൻ സഹായിക്കുന്നു. ഉറിയേലും ജെർമിയേലും സന്ദേശങ്ങൾ വെളിപ്പെടുത്തുന്നു. പ്രവചനങ്ങളും വിധി നിർണ്ണയങ്ങളും വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. ഇനി ലാസ്റ്റിലുള്ളത് 9ാമത്തെ വൃന്ദ മാലാഖമാരാണ് കാവൽ മാലാഖമാർ. അവരാണ് നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉള്ള മാലാഖമാർ കേട്ടോ. അപ്പോൾ 9ാം ഗണത്തിൽപ്പെടുന്നവരാണ് ഇവർ. 2 ചിറകുകളുണ്ട്. എഴുത്ത് സാമഗ്രികൾ, സംഗീതോപകരണങ്ങൾ, മെഴുകുതിരി തുടങ്ങി പലതരം സാധനങ്ങൾ കയ്യിൽ കാണപ്പെടുന്നു. അത് അവരുടെ ഒരു അടയാളമായിട്ട് കാണുന്നതാണ്. സൈനികരായി കാണപ്പെടുന്ന ഇവർ തുവലുകൾ കൊണ്ടുള്ള തിരുവസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ മക്കളെ സംരക്ഷിക്കുന്നു. അപകടങ്ങൾപ്പെടാതെ വഴി നടത്തുന്നു. ദൈവത്തിൻ്റെ മുഖം സദാസമയം കണ്ടുകൊണ്ടിരിക്കുന്നു.
വിശുദ്ധ മത്തായി 18:10. മനുഷ്യൻ്റെ വേദനയും ദുഃഖവുമെല്ലാം ദൈവസന്നിധിയിൽ എത്തിക്കുന്നു. ദൈവീയ അനുഭവങ്ങൾ മനുഷ്യന് നൽകുന്നു. ഇവർക്ക് ഭാഷയുണ്ട്. ആത്മാവും മാലാഖയും തമ്മിലാണ് ബന്ധം. പ്രാർത്ഥന നമുക്ക് മനസ്സിലാക്കി തരുന്നു കേട്ടോ. വേറെ ഈ കാര്യങ്ങൾ കുറച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ദൈവിക സാന്നിധ്യം നമുക്ക് നൽകുന്നു. മരണസമയം നമ്മുടെ ആത്മാവിനെ അകമ്പടി സേവിച്ച് അവരവർക്കായി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ മാലാഖമാരുടെ കടമയാണത്. കാവൽ മാലാഖമാർ ജാതി മത വ്യത്യാസമില്ലാതെ ജനനം മുതൽ മരണം വരെ എല്ലാവരുടെയും കൂടെയുണ്ട്. അല്ലാതെ ക്രിസ്ത്യാനികളുടെ കൂടെ മാത്രമല്ല, എല്ലാവരുടെയും കൂടെയുണ്ട്. എല്ലാ മനുഷ്യരുടെ കൂടെയുണ്ട് കേട്ടോ. സമാധാന ദൂതന്മാരാണിവർ. പ്രാർത്ഥിക്കാൻ നമ്മെ സഹായിക്കുന്നു. നമുക്ക് സ്വർഗീയ അനുഭവം ഇവർ തരും. എസെക്കിയേൽ 28:14 ഒന്ന് റെഫർ ചെയ്ത് നോക്കി. ഒരു അഭിഷിക്ത ഗരൂപിനെ നിനക്ക് കാവൽ നിർത്തി എന്ന് ദൈവം പറയുന്നു. നാം ജനിക്കുമ്പോൾ തുടങ്ങി നമ്മെ സംരക്ഷിക്കാൻ ദുഷ്ടാരിയുടെ പ്രവർത്തനം നമ്മിൽ ആവസിക്കാതിരിക്കാൻ ദൈവം പ്രത്യേക അഭിഷേകം ചെയ്ത് മാലാഖമാരെ നമുക്ക് കാവൽ നിർത്തുന്നുണ്ട്. കണ്ടോ, ഇവരാണ് കാവൽ മാലാഖമാർ. ഒക്ടോബർ 2 നമ്മൾ ആ തിരുനാൾ പിന്നെ ആഘോഷിച്ചില്ലേ? ഒക്ടോബർ 2 കഴിഞ്ഞ ഏതാനും ദിവസമല്ലേ ഉള്ളൂ. ബാറൂക്ക് 6:7 റെഫർ ചെയ്താൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു എന്നെഴുതപ്പെട്ടിരിക്കുന്നു. മാലാഖമാരെ പറ്റിയാണ്. കാവൽ മാലാഖമാർ 9ാമത്തെ വൃന്ദത്തിൽ നിന്നുള്ളവരാണ്. 9 വൃന്ദം മാലാഖമാരെന്ന് കേട്ടില്ലായിരുന്നോ? ദൈവസ്നേഹത്തിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അരൂപികളിലൂടെ പിതാവായ ദൈവത്തിൻ്റെ ഹിതം നമ്മെ അറിയിക്കുന്നു. നമ്മുടെ വഴികാട്ടികളും കാവൽക്കാരുമായി അവിടുന്ന് അവരെ നിയമിച്ചിരിക്കുന്നു. സങ്കീർത്തനം 91 11 12 ഒരു പ്രത്യേക വചനം നമ്മൾ എല്ലാ ദിവസവും ചെല്ലുന്നതാണ്. സങ്കീർത്തനം 91 ചെല്ലുന്നവർക്കറിയാതെ അവർ എപ്പോഴും സഹയാത്രികരായി കൂടെ നടന്ന് നമ്മെ കാത്തു പരിപാലിക്കുകയും അപകടങ്ങൾ സംരക്ഷിക്കുകയും തെറ്റായ ഉദ്യമങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ദുഃഖദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അല്ലേ? അങ്ങനെയല്ലേ അവരെക്കുറിച്ച് പറയേണ്ടത്? ദൈവത്തിൻ്റെ തിരുമുഖത്തിന് മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങളും നെടുവീർപ്പുകളും മാലാഖ സമർപ്പിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:10 ഞാൻ ഇപ്പോൾ ഇച്ചിരി മുമ്പിലേ പറഞ്ഞത് തന്നെ. 10:11 പറയുന്നു എന്നതാ: ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ നിന്ദിക്കരുത്. അതാണ് ആ വചനം. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. എന്നാൽ അവരുടെ ദൂതന്മാർ ദൈവത്തിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന്. കാവൽ മാലാഖയുടെ മധ്യസ്ഥം വളരെ ശക്തിയുള്ളതാണ്. അവർ മനുഷ്യന് ധർമ്മം ഉപദേശിക്കുന്നു. ജോബിൻ്റെ പുസ്തകം 33 അധ്യായം 23-24 തിരുവചനവും റെഫർ ചെയ്താൽ കാണാൻ പറ്റും. ഓരോ നഗരത്തിനും ഓരോ രാജ്യത്തിനും പ്രത്യേകം കാവൽ മാലാഖമാരുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ ദയവായി റെഫർ ചെയ്യുക കേട്ടോ. നാം അവരെ ബഹുമാനിക്കുകയും അവരുടെ സഹായം അപേക്ഷിക്കുകയും ചെയ്യണം കേട്ടോ. ഇതാണ് ഈ 9 വൃന്ദം മാലാഖമാരെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതൊന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. എല്ലാവരും ഒന്നും ഒരു 10 പേരൊക്കെ കണ്ടുള്ളൂ. പക്ഷേ ഇതൊക്കെ ഒത്തിരി അറിവ് നമുക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ എല്ലാവർക്കും ആ ഒരു അത്രയ്ക്കൊരു ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അത് ഒന്ന് എടുക്കുന്നത് നല്ലതാണ്. കാരണം മാലാഖമാരെ പറ്റി അറിഞ്ഞിരിക്കുന്നത് ഒരു അറിവാണ് കേട്ടോ. എപ്പോഴും എല്ലാം ഒന്നും അറിയാൻ പറ്റിയല്ല. എല്ലാ വചന പ്രഭാഷണത്തിലും ഇതൊന്നും പറയുന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, പ്രചരിപ്പിക്കുക കേട്ടോ. ഇതൊക്കെ ദൈവവചനങ്ങളാണ്. മാലാഖമാരെക്കുറിച്ചൊക്കെയുള്ള അറിവ് വളരെ നല്ലതാണ്. അത് നമ്മൾ മറ്റുള്ളവർക്കായിട്ട് പ്രചരിപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ.